പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധമേഘങ്ങൾ കടുക്കുന്ന ഘട്ടത്തിൽ അമേരിക്കയും ഇസ്രയേലും മുന്നോട്ട് വയ്ക്കുന്ന സമ്മർദ്ദ നയങ്ങൾക്ക് മുന്നിൽ നിലപാട് കടുപ്പിക്കുകയാണ് ഇറാൻ. പാലങ്ങളെയും പവർ പ്ലാന്റുകളെയും എണ്ണ സൗകര്യങ്ങളെയും തകർക്കുമെന്ന ഭീഷണികൾ ഒരു വശത്ത് ഉയരുമ്പോഴാണ് തങ്ങൾ വഴങ്ങില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത്. പാലങ്ങളെയും പവർ പ്ലാന്റുകളെയും എണ്ണ സൗകര്യങ്ങളെയും തകർക്കുമെന്ന ഭീഷണികൾ ഒരു വശത്ത് മുഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇറാനിൽ നിന്ന് ഉയരുന്നത് മറ്റൊരു സന്ദേശമാണിപ്പോൾ. തങ്ങൾ വഴങ്ങില്ല എന്ന്. തങ്ങളുടെ വിരലുകൾ ട്രിഗറിലാണ് എന്നാണ് ഇറാന്റെ ഭാഗത്തു നിന്നും അറിയിച്ചത്. പശ്ചിമേഷ്യയുടെ ആകാശത്ത് വീണ്ടും യുദ്ധമേഘങ്ങൾ കടുക്കുന്ന ഈ ഒരു സാഹചര്യത്തിലും അമേരിക്കയും ഇസ്രയേലും മുന്നോട്ട് വയ്ക്കുന്ന സമ്മർദ്ദ നയങ്ങൾക്ക് മുന്നിൽ ഇറാൻ തന്റെ നിലപാട് കൂടുതൽ ശക്തമാക്കുകയാണ്. മിസൈലുകൾക്ക് ഒരു ഇടവേള വന്നിട്ടുണ്ടായിരിക്കും, പക്ഷേ സംഘർഷത്തിന്റെ രാഷ്ട്രീയവും തന്ത്രപരമായ പോരാട്ടവും ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ലോകം ഇന്ന് ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്നതും ഒരു രാജ്യത്തിന്റെ സൈനിക ശക്തിയെയല്ല, മറിച്ച് ഉപരോധങ്ങളും ആക്രമണങ്ങളും നേരിട്ടിട്ടും അത് എത്രത്തോളം ഉറച്ചു നിൽക്കുന്നു എന്നതാണ്. രാജ്യത്തിന്റെ സന്നദ്ധതയും വിട്ടുവീഴ്ചയില്ലാത്ത ഐക്യവും ഒക്കെ അടിവരയിടുന്ന ഒരു സംയുക്ത സന്ദേശമാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഇപ്പോൾ നൽകുന്നത്. ലക്ഷ്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്, വിരലുകൾ ട്രിഗറിലാണ്. തങ്ങളുടെ പിന്തുണ തെരുവുകളുടെ ഐക്യവും ഉദ്യോഗസ്ഥരുടെ ഐക്യവുമാണ് എന്നായിരുന്നു ഇറാന്റെ പ്രഖ്യാപനം. സൈനിക മുന്നറിയിപ്പിനൊപ്പം ദേശീയ ഐക്യത്തെയും ജനപിന്തുണയെയും ഒരേ സമയം ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിച്ച സന്ദേശമായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്. നിലവിലെ ദുർബലമായിട്ടുള്ള വെടിനിർത്തൽ കാലഘട്ടത്തിൽ ഇറാൻ തന്റെ നിബന്ധനകൾ അംഗീകരിക്കാത്ത പക്ഷം ഇറാനിയൻ സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമാക്കാം എന്ന തരത്തിലുള്ള അമേരിക്കൻ മുന്നറിയിപ്പുകൾക്കാണ് പുതിയ വിവാദങ്ങൾക്ക് തുടക്കമായത്. ഇതിനു പിന്നാലെയാണ് ഇറാനിയൻ ഉദ്യോഗസ്ഥരും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് കമാൻഡർമാരും കടുത്ത ഭാഷയിൽ പ്രതികരിച്ചത്. രാജ്യത്തിന്റെ സുരക്ഷയും പരമാധികാരവും ഭീഷണിയിലാകുന്ന ഏത് നീക്കത്തിനും മറുപടി നൽകാൻ സന്നദ്ധമാണെന്നും സാധ്യതയുള്ള ലക്ഷ്യങ്ങൾ ഇതിനകം തന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞുവെന്നുമാണ് ഇറാൻ വ്യക്തമാക്കിയത്. രാജ്യത്തിനകത്തെ ഐക്യവും ദേശീയ മനോവീര്യവുമാണ് തങ്ങളുടെ ഏറ്റവും വലിയ കരുത്തെന്നും അവർ പറയുന്നു. ഇറാന്റെ പ്രതികാര സിദ്ധാന്തത്തിൽ മാറ്റമുണ്ടെന്ന സൂചനകളാണ് ഉദ്യോഗസ്ഥർ നൽകിയത്. മുമ്പ് കണ്ണിന് കണ്ണ് എന്ന രീതിയിലായിരുന്നു പ്രതികരണം. വീണ്ടും ആക്രമണമുണ്ടായാൽ അതിലും ശക്തമായി തിരിച്ചടിക്കാമെന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ ഉയരുന്നത്. ഇത് വെറും വാചക പ്രതികരണം മാത്രമല്ല, മേഖലയിലെ ഊർജ്ജ സൗകര്യങ്ങൾ, സൈനിക താവളങ്ങൾ, തന്ത്രപ്രധാന അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയൊക്കെ ചുറ്റിപ്പറ്റിയുള്ള വലിയ ഭൂപ്രദേശീയ സന്ദേശം തന്നെയാണ്. എന്തായാലും ഇറാന്റെ എണ്ണ മേഖലയെ ലക്ഷ്യമിടുന്നത് ഏത് നീക്കവും അതേ മേഖലയിലുള്ള ആക്രമണകാരികളുടെ താൽപ്പര്യങ്ങൾക്കും തിരിച്ചടിയാകുമെന്ന മുന്നറിയിപ്പ് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.